ഹലോ എവരിവൺ. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വഴിയരികിൽ നല്ല നാടൻ കപ്പയിരിക്കുന്നു. വീട്ടിലാണെങ്കിൽ ഇന്നലെ അരച്ച അപ്പത്തിൻ്റെ മാവും ഇരിപ്പുണ്ട്. എങ്കിൽ പിന്നെ ഇന്നത്തെ രാത്രി ഭക്ഷണം തേങ്ങാപ്പാലൊഴിച്ച കപ്പക്കറിയും അപ്പവും ആക്കാം. കുറച്ച് കപ്പയും വാങ്ങി ഞാൻ വീട്ടിലെത്തി. അപ്പോൾ തന്നെ അച്ചമ്മ കപ്പ നന്നാക്കി തന്നു. കഷ്ണങ്ങളാക്കിയ കപ്പ ഞാൻ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. തേങ്ങ പൊതിച്ചു ഉടച്ചു കൊടുത്താൽ നൈസു തേങ്ങ ചുരണ്ടിത്തരും. സമയമെടുത്താണെങ്കിലും തേങ്ങ ചുരണ്ടുന്നത് അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഇടയ്ക്ക് കുറച്ച് വാരി കഴിക്കും, എന്നാലും ചുരണ്ടിത്തരുമല്ലോ. തേങ്ങ ചുരണ്ടി ഉടനെ തന്നെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചു. അച്ചമ്മയാകട്ടെ ആവശ്യത്തിനുള്ള സവാളയും അരിഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ പണി എളുപ്പമായി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ചീനിച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കി 3-4 ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് മൂപ്പിച്ചതിലേക്ക് സവാളയും ചേർത്ത് വഴറ്റി. സവാള വഴന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് ചെറുതായി മൂപ്പിച്ചു. അതിലേക്ക് രണ്ടാം പാലും ചേർത്ത് തിളപ്പിച്ച് വേവിച്ച കപ്പയും ഇട്ട് തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചു. അവസാനം ഒന്നാം പാലും ചേർക്കുന്നതോടെ കപ്പക്കറി റെഡി. അതിനിടയിൽ അപ്പവും ചുട്ടുവെച്ചു. ഇനി നമുക്ക് കഴിക്കാനിരിക്കാം. തേങ്ങാപ്പാലൊഴിച്ച കറികളെല്ലാം ബീരുവിന് ഇഷ്ടമാണ്. നൈസൂനാകട്ടെ അപ്പമാണ് ഫേവറേറ്റ്. അതിൻ്റെ കൂടെ ഏത് കറിയാണെങ്കിലും അവൾ ഹാപ്പി. അപ്പവും കപ്പക്കറിയും കട്ടൻ ചായയും, ആഹാ എന്താ ഒരു കോമ്പിനേഷൻ. എന്തായാലും ഇന്നത്തെ അത്താഴം ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. എങ്കിൽ ശുഭം. വീണ്ടും കാണാം അടുത്ത വിശേഷങ്ങളുമായി.